നെക്സ്റ്റ് നമ്മൾ കാണുന്നത് രണ്ട് ബോക്സിൻ്റെ ഒബ്ജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ആദ്യം നമ്മൾ ഫസ്റ്റ് ബോക്സ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് ബോക്സ് എന്ന് പറയുന്നിരിക്കുന്ന ഒബ്ജക്റ്റ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അകത്ത് നേരത്തെ നമ്മൾ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ ഡബിള് വിഡ്ത്തും ഹൈറ്റും ഡെപ്തും ഞാൻ അസൈൻ ചെയ്ത് കൊടുത്തു. ഇതാണ് എൻ്റെ ബോക്സ് ക്ലാസ് ഒബ്ജക്റ്റ് ഞാനിവിടെ ഫോം ചെയ്തിരിക്കുന്നത്. ഇനി എൻ്റെ മെയിൻ ക്ലാസ് ഞാനിവിടെ ഫോം ചെയ്തു. എൻ്റെ മെയിൻ ക്ലാസ്സിൻ്റെ പേര് ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ബോക്സ് ഡെമോ 2 എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മെയിൻ ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അടുത്തത് എന്താണ് ചെയ്യണമെന്നുള്ളത്. അപ്പം അതാണ് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. അപ്പം മെയിൻ ക്ലാസ് ക്രിയേറ്റ് ചെയ്തു, മെയിൻ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. അടുത്ത പരിപാടി നമ്മുടെ ഒബ്ജക്റ്റ് ക്രിയേഷൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്ലാസ് ഒബ്ജക്റ്റ് ക്ലാസ്സിൻ്റെ പേര് എന്തായിരുന്നു, ബോക്സ് എന്ന് പറഞ്ഞായിരുന്നു നമ്മളിവിടെ ക്ലാസ്സിൻ്റെ പേര് കൊടുത്തിരുന്നത്. അപ്പോൾ എൻ്റെ ഒബ്ജക്റ്റിൻ്റെ പേര് ക്ലാസ് നെയിം എന്തായിട്ട് കൊടുക്കണം, ബോക്സ്. ഇനി എൻ്റെ ക്ലാസ്സിൻ്റെ പേര് ഞാൻ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യണം. ഒബ്ജക്റ്റിൻ്റെ പേര് ഞാൻ കൊടുത്തിരിക്കുന്നത് മൈ ബോക്സ് 1 എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു 2 ബോക്സ് ഒബ്ജക്ട്സുകളാണ് ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം മൈ ബോക്സ് 1 കൊടുത്തു, മൈ ബോക്സ് 2 എന്ന് പറയുന്ന 2 ബോക്സ് ഒബ്ജക്റ്റുകൾ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തു. ദാറ്റ് മീൻസ് എന്താ ഉദ്ദേശിക്കുന്നത്, ഇപ്പം എൻ്റെ ബോക്സ് എന്ന് പറയുന്നതാണ് എൻ്റെ ഒറിജിനൽ ക്ലാസ് ഒബ്ജക്റ്റ് ക്ലാസ്. അതിൻ്റെ അകത്ത് ഓൾറെഡി വിഡ്ത്ത് ഹൈറ്റ് ഡെപ്ത് ഓൾറെഡി ഉണ്ട്. ഇനി ഞാൻ പുതിയതായിട്ട് 2 ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 2 ഒബ്ജക്റ്റ് ക്ലാസ്സുകൾ മൈ ബോക്സ് 1 എന്ന് പറയണതും അതുപോലെ തന്നെ മൈ ബോക്സ് 2 എന്ന് പറയുന്ന 2 ഒബ്ജക്റ്റ് ക്ലാസ്സുകൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ അകത്ത് ഇനീഷ്യലി നമ്മുടെ വാല്യൂസ് എന്തായിരിക്കും, ഇവിടെ ഇപ്പം ഓൾറെഡി പാരാമീറ്റേഴ്സ് ഒന്നും പാസ് ചെയ്തിട്ടില്ല. അപ്പോൾ നോർമലി നമ്മുടെ 2 ബോക്സിൻ്റെ അകത്തെയും വാല്യൂസ് എന്ന് പറയുന്നത് നൾ വാല്യൂസ് ആണ് അവിടെ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടത്തേക്ക് ലിങ്കിങ് കണക്ഷൻ കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്, ഈ വിഡ്ത്ത് എൻ്റെ മൈ ബോക്സ് 1ലേക്കും പോകുന്നുണ്ട്, വിഡ്ത്ത് മൈ ബോക്സ് 2ലേക്കും പോകുന്നുണ്ട്, അതുപോലെ തന്നെ ഹൈറ്റും പോകുന്നുണ്ട്, മൈ ബോക്സ് 2ലേക്കും പോകുന്നുണ്ട്. ഡെപ്തും നമുക്ക് എന്ത് ചെയ്യുക, 2ലേക്കും അസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വോളിയം എന്ന് പറയുന്നത് വോൾ എന്ന് പറയുന്ന ഒരു വേരിയബിൾ നെയിം വെച്ചിട്ടാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഞാൻ ഇവിടെ അസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന വിഡ്ത്തിനും ഹൈറ്റിനും ഡെപ്തിനും ഞാൻ എന്ത് ചെയ്തു, വാല്യൂ കൊടുത്തു. അപ്പോൾ ആദ്യം ഞാനിവിടെ വാല്യൂ കൊടുക്കാൻ പോകുന്നത് മൈ ബോക്സ് 1ലിരിക്കുന്ന വിഡ്ത്തിനും ഹൈറ്റിനും ഡെപ്തിനുമാണ്. അപ്പോൾ ഞാനിവിടെ ആക്സസിങ് ചെയ്യേണ്ടത് എവിടെയാ, മൈ ബോക്സ് 1 എന്ന് പറയുന്ന എൻ്റെ ഒബ്ജക്റ്റ് ക്ലാസ് ആണ് ഞാനിവിടെ ആക്സസ് ചെയ്യേണ്ടത്. അപ്പോൾ മൈ ബോക്സ് 1 നമുക്കറിയാം ആക്സസിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന്, ഡോട്ട് ഓപ്പറേറ്റർ. ഇനി എന്താ, വിഡ്ത്ത് കൊടുത്തു, അതിൻ്റെ വാല്യൂ ഞാൻ വിഡ്ത്തിൻ്റെ വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് മൈ ബോക്സ് 1ൽ ഹൈറ്റിൻ്റെ വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തു, ഡെപ്തിൻ്റെ വാല്യൂ ഞാൻ അസൈൻ ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, മൈ ബോക്സ് 2ഉം ക്രിയേറ്റ് ചെയ്യുക, വോളിയം എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യണം, 2 മെത്തേഡ് കൊടുക്കുക, വോളിയം എന്ത് ചെയ്യണം, പ്രിൻ്റ് ചെയ്യിപ്പിക്കണം. അപ്പോൾ നമുക്ക് എന്തായിരിക്കും റിസൾട്ട് കിട്ടുന്നത്, നമുക്കറിയാം 2 വോളിയംസ് ആണ് ഇവിടെ പ്രിൻ്റ് ചെയ്ത് വരുന്നത്. ഫസ്റ്റ് വോളിയം എന്ന് പറയുന്നത് മൈ ബോക്സ് 1ൻ്റെ വോളിയവും സെക്കൻഡ് വോളിയം എന്ന് പറയുന്നത് മൈ ബോക്സ് 2ൻ്റെ വോളിയവും ആണ്. അപ്പോൾ നമുക്ക് റിസൾട്ടൻറ്റ് സെറ്റ് വോളിയം ഈസ് 3000 എന്നും വോളിയം ഈസ് 162.0 എന്നും നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും.